തിരുപ്പതി മോഡൽ ദർശനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എന്ത് പറയും? തിരുപ്പതി മോഡൽ ദർശനം എന്ന് പറയുന്നത് അവിടെ 10-20 ഈ വലിയ ക്യൂബിക്കിൾസ് ഉണ്ട്, വലിയ വലിയ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ചേമ്പേഴ്സ് എയർ കണ്ടീഷൻഡാണ്. അവിടെ ചൂട് പാല് നമുക്ക് കൂടെ തരും. ബാക്കിൽ ഡോക്ടറുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ബാക്കിലൊരു ഇടനാഴി പോലെ ഉണ്ട്. നമ്മുടെ ക്യൂബിക്കിൾ തുറക്കുന്നു, നമ്മളെ കൊണ്ട് തൊഴിയിക്കുന്നു. ഇവിടെ നമ്മളത് പരീക്ഷിച്ചു. ക്യൂ കോംപ്ലക്സുകളുണ്ട്, പക്ഷേ ഇവിടെ ആളുകൾ ഇരിക്കില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നെങ്കിൽ ഇരിക്കുകയാണ്. ഇവിടെ ഈ കെട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് പോവുക എന്നുള്ളതിൽ ഒരിടത്ത് ഇരിക്കണം അവർക്ക് ഇഷ്ടമല്ല. ഇതിപ്പോൾ ഞാനത് ക്രമീകരിക്കണം. ഈ 19 ക്യൂ കോംപ്ലക്സ് നമ്മൾ മാസ്റ്റർ പ്ലാനിലുണ്ടാക്കി. എന്തിനാണ് ഇവർ ചുമ്മാ നിൽക്കാതെ അവിടെ സുരക്ഷിതമായിട്ടിരുന്നോ, ഞങ്ങൾക്ക് വെള്ളമോ ചായയോ കാപ്പിയോ ഒക്കെ തരാം, പക്ഷേ അവരിരിക്കില്ല. അവരുടെ പേടി നമ്മളിവിടെ ഇരിക്കുകയും നമ്മുടെ ബാക്കിലുള്ള മുമ്പേ കയറി പോകുമെന്നൊക്കെ. അപ്പോൾ അതിനൊരു ക്രമീകരണം നടത്തിക്കൊണ്ട് നിങ്ങളവിടെ ഇരിക്കുക, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല, ടി വിയിൽ കാണിക്കണം, നിങ്ങളിപ്പോൾ തുറക്കും. അതിരിക്കുവാണെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ ശരിയാവാഞ്ഞിട്ടാണ് തിരുപ്പതി മോഡലിലേക്ക് പോകുന്നില്ല. ഒരു ചെറിയ തിരുപ്പതി മോഡലിലേക്കാണത്. പക്ഷെ തിരുപ്പതി പോലെ ഒരിക്കലും ആവില്ല ഇവിടെ. കാരണം നേച്ചർ ഓഫ് ദ ഫെസ്റ്റിവൽ തന്നെ പിൽഗ്രിമേജ് തന്നെ വ്യത്യാസമാണ്. ഒരു റോബസ്റ്റ് ആണ് ഇവർക്ക് ഇരുന്ന് പോകാനുള്ള ഒരു സംവിധാനം. അതായത് എന്തൊക്കെ പറഞ്ഞാലും ഒരു 3-4 മണിക്കൂർ നിൽക്കാതെ നമുക്ക് ഈ 18 പടി കയറാൻ പറ്റില്ല. കാരണം 18 പടി കൂടെ 4000 ആളുകളിൽ കൂടുതൽ ആവറേജ് കയറില്ല. 12 മണിക്കൂർ നമ്മൾ തുറന്നിരുന്ന 48,000 പേരേ കയറുള്ളൂ. ഒരു ദിവസം 1,00,000 ആളുകൾ വരും. നാച്ചുറലി വെയിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ആൾക്കാർക്ക് മടിയില്ല, പൊതുവെ മടിയില്ല. പക്ഷെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്, അവരുടെ വെയിറ്റിംഗ് എത്രത്തോളം ക്ലേശരഹിതമാക്കാമോ. ലഘുഭക്ഷണവും മറ്റേ കൊടുക്കണം, വെള്ളം കൊടുക്കണം. ഇപ്പോൾ വെള്ളവും ബിസ്ക്കറ്റും ആണ്. അപ്പോൾ ഇന്നാളെ ഞാനൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, നിങ്ങൾ തന്നെ ബിസ്ക്കറ്റ് കഴിച്ച് മടുത്തിരിക്കുന്നുണ്ട്, വേറെ വല്ലതും തരാമെന്ന് പറഞ്ഞ പോലെ ഈ ബിസ്ക്കറ്റ് മാത്രം കൊടുക്കേണ്ട, വേറെ പലതും കൊടുത്തൂടെ.